ഈശോയെ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളായ എല്ലാവർക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നിന്റെ ഇടയൻ ആരാണ്? നിന്നെ ആരാണ് കൈപിടിച്ചുകൊണ്ട് സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ അടുക്കിലേക്ക് പരിശുദ്ധാത്മാവ് തുറന്നു വയ്ക്കുന്നത്. ഇരുപത്തിമൂന്നാം സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. നിന്റെ കൈ പിടിച്ച് നടത്തുന്നവൻ ആരാണെന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം. അവൻ എവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെന്ന് നീ വളരെ ശ്രദ്ധാപൂർവം നോക്കണം. ഒരാട്ടിടയൻ തൻ്റെ ആടുകളെ സമൃദ്ധമായ പുൽമേടുകളിലേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ സമീപമുള്ള ജലാശയത്തിലൂടെ അതിന് വേണ്ട വെള്ളം കൊടുക്കുകയും ചെയ്യും. അവൻ്റെ വയറ് നിറയ്ക്കുക മാത്രമല്ല, ആ തീറ്റ തിന്നതിന് ശേഷം ദാഹമകറ്റുവാനുള്ള ജലാശയം കൂടി അവൻ നോക്കി വച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിനക്ക് എന്തെല്ലാം പ്രശ്നങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഉണ്ടായാലും നിന്റെ കൈ പിടിച്ചിരിക്കുന്നത് കർത്താവാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ, നിനക്കെന്തെല്ലാം ആവശ്യമുണ്ടോ ആ ആവശ്യം നിറവേറ്റിത്തരുവാനുള്ള സ്ഥലത്തേക്ക് ആ കർത്താവ് നിന്റെ കൈ പിടിച്ച് നിന്നെ നടത്തും. ആടുകൾ ആട്ടിടയനെ വിശ്വസിച്ചാണ് അവൻ്റെ പുറകെ പോകുന്നത്. അതേപോലെ നമ്മളും കർത്താവിനെ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ പുറകെ പോകണം. ജലാശയത്തിൻ്റെ അരികെ ഭവനം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാം, എത്ര വരൾച്ച വന്നാലും അവന് വെള്ളം കിട്ടാതിരിക്കില്ല എന്ന്. ജലാശയത്തിൻ്റെ അടുക്കൽ ഭവനം വയ്ക്കുന്ന ഒരു വ്യക്തി എന്ത് നട്ടാലും അത് സമൃദ്ധമായിട്ട് വളരും. അതുപോലെ നിന്നെയും വളർത്താനും, നിനക്ക് എത്ര വരൾച്ച വന്നാലും, നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും നിന്നെ തട്ടാത്ത രീതിയിൽ, നിനക്ക് കോട്ടം സംഭവിക്കാത്ത രീതിയിൽ നിന്നെ സംരക്ഷിക്കുവാൻ വേണ്ടിയ കർത്താവ് നിന്റെ കൈ പിടിച്ച് ജലാശയത്തിൻ്റെ അരികിലേക്ക്, സമൃദ്ധിയുടെ അരികിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നത്. വിശ്വാസത്തോടെ ആ പിതാവിൻ്റെ കൈ പിടിക്കാം. അവൻ കൊണ്ടുപോകുന്ന വഴിയെ നമ്മൾക്കും ആ ദൈവത്തെ പിന്തുടരാം. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവീക സമാധാനത്തിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇന്നൊരു അതിശയമാവുന്ന രീതിയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ
ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.